കഥയല്ലിത് ജീവിതം. നമസ്കാരം. കഥയല്ലത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീമതി ലീലാമണി, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ ജി വാസവൻ, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി രസീന വിശ്വംഭരൻ. എല്ലാവർക്കും സ്വാഗതം. കഥയല്ലിത് ജീവിതം. ഈ അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഈ അമ്മമാരെന്ന് പറയുന്നത് പെൺമക്കളോടുള്ള അമിതമായിട്ടുള്ള സ്നേഹവും സംരക്ഷണയും അവരെ വഷളാക്കുകയുള്ളൂ. മിക്കവാറും ഒരു 90% ഇപ്പം നടക്കുന്ന വിവാഹമോചനങ്ങളിലെല്ലാം ഈ പെൺകുട്ടികളുടെ അമ്മമാരുടെ ഒരു കൈകടത്തലും ഒരു അമിതമായ സംരക്ഷണമുണ്ട്. ഈ പെൺകുട്ടി ഇവിടെ താമസിച്ചതിനേക്കാൾ കൂടുതൽ നാൾ നിങ്ങളുടെ സംരക്ഷണയിൽ താമസിച്ചിട്ടുണ്ട്. നമ്മൾ മക്കളെ ഉപേക്ഷിക്കണമെന്നല്ല പറയുന്നത്, പക്ഷെ അവർക്ക് തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എല്ലാ കുറ്റവും ഈ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ അർപ്പിച്ചുകൊണ്ട് മകളെ എങ്ങനെ വെൽക്കം ചെയ്ത് സ്വാഗതം ചെയ്ത് വീട്ടിലേക്ക് അമിതമായ സംരക്ഷണം കൊടുത്താൽ ഇതേപോലെയൊക്കെ സംഭവിക്കും. തെറ്റും ശരിയും പറഞ്ഞു കൊടുത്തിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ പോയി താമസിച്ച് കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്തും ത്യാഗം ചെയ്തും സഹിച്ചും ക്ഷമിച്ചും ഒക്കെ ജീവിക്കാൻ പഠിക്കണ്ടേ? എന്തായാലും മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ ആശുപത്രിയിലെ കേസ് ഇത് പറഞ്ഞപ്പോ പോലും നിങ്ങൾ എന്താ അയ്യോ അയ്യോ എന്ന് എക്സ്പ്രഷൻ കാണിച്ചാൽ ഞങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ കാണിക്കുന്നു അയ്യോ നിങ്ങൾ പാവങ്ങളാണ് ധരിക്കുന്നതാണോ? അല്ല, എത്ര സത്യസന്ധമായിട്ട് അന്വേഷിച്ച് വിവരം അറിഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പൊ നിങ്ങളുടെ ഈ എക്സ്പ്രഷൻ കൊണ്ടുവന്നു, ഈ ഭാവമാറ്റങ്ങൾ കൊണ്ടുവന്നു, അത് ശരിയാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങളത് വിശ്വസിക്കാൻ ധരിക്കുകയും ചെയ്യരുത്. മക്കളെ പ്രൊട്ടക്ട് ചെയ്യ പെൺകുട്ടികൾക്ക് നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഇവരാരും ചെയ്യും. 3 മക്കളുണ്ട്, ആ കുട്ടികളും പറയണം അച്ഛൻ വേണം, അമ്മ വേണം, ഞങ്ങൾക്ക് ജീവിക്കണം. നിങ്ങൾ സംരക്ഷിക്കുമോ ജീവിതകാലം മുഴുവൻ? നിങ്ങൾ സംരക്ഷിക്കുമോ ജീവിതകാലം മുഴുവൻ? ഭർത്താവിൻ്റെ കൂടെ പോയി മര്യാദയ്ക്ക് ജീവിക്കടി എന്ന് പറഞ്ഞു വിടണം മകളെ. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതനുസരിച്ച് പോകാൻ പഠിപ്പിക്കണം മക്കളെ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്നത്. അല്ലാതെ പറയുമ്പോൾ അയ്യോ അയ്യോ എന്ന് പറഞ്ഞാൽ അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. വഴക്കിട്ട് വരുമ്പോഴൊക്കെ നിങ്ങൾ കയറ്റി താമസിപ്പിക്കുന്ന എന്തിനാണ്? ഈ മക്കളെ കൈ പിടിച്ച് കൊടുക്കാറാവും. എന്ത് ചെയ്യും? ആര് സംരക്ഷിക്കും? മാഡം അങ്ങനെയുള്ള അമ്മയല്ല. അമ്മ എൻ്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട്. ആരെയും ന്യായീകരിക്കണ്ട. ഞാൻ പറയുന്നത് കേൾക്കും. എന്താണ് മോൾ എന്താണ് എന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഒന്ന് പറഞ്ഞു അതൊന്നും പറയണ്ട. നിങ്ങൾ ചിന്തിക്കേണ്ടത് അയാളിപ്പോ പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇന്നുവരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ട്. നിങ്ങൾ 2 കൂട്ടരും പറഞ്ഞ് ഞങ്ങൾ വിശ്വസിച്ചു. ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുകയാണെങ്കിൽ ഇല്ല, ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഉണ്ട്. പക്ഷേ അത് പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞത് കഴിഞ്ഞു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതമുണ്ടോ? അച്ഛനമ്മമാർ അതുപോലെ ക്ഷമിച്ച് ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾ അച്ഛനും അമ്മയും കൂടെ ഇവിടെ വന്നിരിക്കാൻ പറ്റുമോ? അപ്പം നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ടത് ക്ഷമിക്കാൻ തയ്യാറാകുന്നില്ല? 2 പേരും ഒരവസരം, ഭാര്യയുടെ ഭാഗത്ത് തെറ്റുകളുണ്ടായിരിക്കാം. അപ്പോൾ പെൺകുട്ടിക്ക് പ്രായം കുറച്ച് കല്യാണം കഴിച്ച് കൊടുക്കുന്നതിൻ്റെ ഒരു പ്രധാന വിഷയം എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവൾക്കൊരു 5 വയസ്സ് കൂടുതലായിരുന്നാൽ പോലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കും, മക്കളും ഉണ്ടാവും, എല്ലാം ചെയ്യും. പക്ഷേ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇതുപോലെ വിവരക്കുറവുകൊണ്ടോ അല്ലെങ്കിൽ സ്നേഹക്കൂടുതലുകൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറച്ച് ക്ഷമയോടുകൂടി പക്വതയോടുകൂടി പരിഹരിച്ചു പോകാൻ ഭർത്താക്കന്മാർക്ക് കഴിയണം. അതിനാണ് ആണിന് പൈസ കൂട്ടുവയ്ക്കുന്നത്. എന്തൊക്കെ എൻ്റെ ക്ഷമ മൊത്തവും ഞാൻ അതൊക്കെ ശരിയാ. എന്റെ പാസ്പോർട്ട് ഞാൻ ഗൾഫിൽ പോയി എന്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിട്ടുള്ളൂ. അതൊക്കെ ശരിയാ. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എങ്ങനെ എന്റെ ജീവിതത്തിൽ ഇവിടെത്രയും കരിയർ ചെയ്ത ആരോഗ്യമുണ്ടല്ലോ, നിങ്ങൾ ജീവിക്കും, നിങ്ങൾ സ്വന്തമായിട്ട് ജോലി തന്നെ കൊടുക്കുന്നത്. ഇപ്പോഴും ഞാൻ രോഗിയാണ്. ഞാൻ ആഴ്ചയിൽ എനിക്കൊരു 26 രൂപ ഗുളിക ഈ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് വീട്ടിൽ ആഴ്ചയിൽ വയറ് വരും. എനിക്ക് ആഴ്ച പോലും വണ്ടി എന്തായാലും അവർക്ക് ഒരു അവസരം കൊടുക്കുക. നിങ്ങളുടെ മക്കൾക്ക് അമ്മ വേണമെന്നുണ്ട്, അച്ഛനും കൂടി വേണമെന്നുണ്ടെങ്കിൽ അവരുടെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരിവിടെ വെച്ച് അത് ക്ഷമിപ്പം നിങ്ങളുടെ കൂടെ വന്ന് സന്തോഷമായിട്ട് ജീവിക്കും. ഇനി പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളിവിടെ മോണിറ്റർ ചെയ്യും, ഞങ്ങൾ അന്വേഷിക്കും, വെറുതെ വിടുകയല്ല. അപ്പോൾ അവസരം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് മാറി ചിന്തിക്കേണ്ടി വരും. നിങ്ങളുടെ മനസ്സ് വേറെ വഴിയിലായിരിക്കുന്നു. കോടതി പറഞ്ഞതിന്റെ സാരാംശം ഇത്രയേ ഉള്ളൂ. ഇവിടെ കേക്ക്, നിങ്ങളൊന്ന് ശ്രമിക്കണം എന്ന് പറഞ്ഞതിന്റെ പിന്നില് ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അല്ലെങ്കിൽ ഈ ഫോറത്തിന് നിങ്ങളോടുള്ള സഹതാപവും കാരുണ്യവും സന്മനോഭാവവും അല്ല, മറിച്ച് നിങ്ങളുടെ രക്തത്തിൽ ജനിച്ച 3 കുഞ്ഞുങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ അറിവിൽ നിന്ന് നിങ്ങളോടുള്ള ആ കുട്ടികളുടെ അഭിനിവേശം, നിങ്ങളോടുള്ള താല്പര്യം, അച്ഛനെന്നുള്ള ആ വിശ്വാസം അത് നഷ്ടപ്പെട്ടില്ല. അവർക്ക് അച്ഛനെയും വേണം അമ്മയും വേണമെന്നുള്ള അവരുടെ ആഗ്രഹമാണ് ഞങ്ങൾ ഈ തീരുമാനത്തിലേക്ക് വരുന്നത്.
അല്ല ഞങ്ങൾക്ക് ഈ ഫോറത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി വന്ന് കേസ് തീർന്നില്ല, ഞങ്ങൾക്ക് 2 മാർക്ക് കുറയ്ക്കത്തില്ല ആരും. ഈ പ്രസ്ഥാനം നാടിൻ്റെ നന്മയ്ക്കാണെന്ന് ഉള്ളറിവുള്ള ആളുകളുള്ളിടത്തോളം കാലം ഈ പരിപാടി എക്കാലവും തുടർന്നു പോകും. പറഞ്ഞു മനസ്സിലായോ? അല്ലാതെ ശിവപ്രസാദിൻ്റെ പ്രശ്നം ഇവിടെ പരിഹരിക്കാൻ കഴിയാത്തതുകൊണ്ട് നാളെ അമൃത TV പരിപാടിയും ക്ലോസ് ചെയ്യല്ല. അങ്ങനെയാണ് ഇതേണ്ട 36 വർഷം ജുഡീഷ്യറിയിൽ ഇരുന്നയാളാണ്. ഏതാണ്ട് 3 ലക്ഷത്തിൽ കൂടുതൽ കേസുകൾ കൈകാര്യം ചെയ്ത് കാണും. അതിനകത്ത് കുറേ ഏറെ കേസുകൾ എഴുതിയ തെറ്റായിരിക്കും, ചിലപ്പോൾ ശരിയായിരിക്കും. അതുകൊണ്ട് സർവീസ് ചെയ്തെല്ലാം തെറ്റാണെന്ന് ആരെങ്കിലും പറയാൻ കഴിയുമോ? ഇത് പറഞ്ഞു തന്നതിൻ്റെ അർത്ഥം ആകെപ്പാട് ഒരു ജീവിതം ഇച്ചിരി മാത്രമേ ഉള്ളൂ. പാനീക്കേര ബുദ്ബുദ് എന്ന് പറയല്ലേ, വെള്ളത്തിലെ കുമ്മിളിയാ ജീവിതം എന്ന് പറയും. ദേക്കത്ത് ഈ മിട്ടുചായി നോക്കിയിരിക്കെ പൊട്ടിപ്പോവും കേട്ടോ. അവിടെ ഈ വീറും വാശിയൊന്നും വേണ്ട. ഈ വീറും വാശി നിങ്ങൾ തമ്മിൽ കാണിക്കുന്നതിൻ്റെ ഫലം അനുഭവിക്കുന്ന ആരാണെന്ന് ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് ദിവസം ചിന്തിച്ചിട്ടുണ്ട്. എങ്കിൽ ഒരച്ഛൻ എന്ന് പറയാൻ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവർക്ക് അവസരം കൊടുത്തുകൊണ്ട് ഈ ജീവിതം തുടരാനുള്ള ഒരു വഴി നിങ്ങൾ കണ്ടെത്തുകയും അതിനുള്ള ഏത് രീതിയിലുള്ള പ്രൊട്ടക്ഷനും ഈ ഫോറവും ഈ അമൃത TVയും ചെയ്യുന്നു ഞാൻ ഉറപ്പ് തരാം. കെൽസയും അത് ചെയ്യും. അച്ഛൻ പറഞ്ഞതാണ്, അവിടെ തന്നെ നിങ്ങൾ നിൽക്കുക ഇപ്പോഴും വാശി. അല്ല, എന്റെ വാശിയിലല്ല, എന്നെ പ്രവർത്തിച്ചു ഞാൻ പറയും. സമൂഹത്തിന് മുന്നിൽ ഇവൾ അറിയണം എത്ര കാര്യമാണെന്ന്, ഞാൻ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് അവള് പറയട്ടെ. ഇവിടെ എന്നെ ന്യായീകരിക്കുന്നു പല രാത്രികളിലും. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതല്ല ഞാൻ പറയും. എന്നെ ചെയ്ത പ്രവൃത്തികൾ സാറൊന്ന് ചിന്തിക്കും. ഒരു സ്ത്രീ ചെയ്യാത്ത പ്രവൃത്തികളാണ് അവള് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ എങ്ങനെ ന്യായീകരിച്ചു അവളോടൊപ്പം? അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കുറ്റപ്പെടുത്തുള്ളൂ, എന്നെ അത് നിങ്ങളെ കുറ്റപ്പെടുത്തുള്ളൂ. നിങ്ങൾ ഭാര്യ നിർത്തേണ്ട അടുത്ത് നിർത്തിയില്ല. അല്ല, അത് കുറച്ച് കാര്യം അത് ശരിയാണ്. കാര്യം നിർത്തേണ്ട നിർത്തിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ല, ഒരു ഭാര്യ എന്റെ കല്യാണ നാട്ടിന്റെ മുമ്പിൽ വെച്ച് ചവിട്ടണോ കുത്തണോ അടിക്കണോ പിടിക്കണോ അത് കേട്ട് കൊണ്ടോണ്ട് നിൽക്കുന്ന ഒരു ഭർത്താവ് എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാ കുഴപ്പം. സാറേ, ഇനിയിപ്പോ അവള് പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്ത വ്യക്തിയാണെങ്കിൽ, ഞാൻ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അവൾ എന്നോടൊപ്പം ജീവിക്കാൻ തയ്യാറാവും? അത് ഇല്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയേ ജീവിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനിയും ഇല്ലാതാക്കിയത് ഇവളാണ്. അതിന് അവള് സമാധാനം പറയട്ടെ. അവള് പറയും സമൂഹത്തിന്റെ മുന്നിൽ പറയട്ടെ, വീടിന്റെ മുന്നിൽ പറയട്ടെ, അവളെന്റെ പാസ്പോർട്ട് കത്തിച്ചില്ലെന്ന് അവള് പറയട്ടെ. അവള് ചെയ്ത പ്രവൃത്തികളാണ്. ശിവപ്രസാദ് ഒരു കാര്യം മനസ്സിലാക്കും. ശിവപ്രസാദ് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോളും. നിങ്ങൾ ഇത്രയും വാശി പിടിച്ച ഒരു പെണ്ണ് ഭർത്താവിനെ കൊല്ലും എന്ന് പറയുന്ന നിലയ്ക്ക് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ, അത്രയും ക്രൂരമായിട്ടുള്ള ഒരു ഭാര്യയാണെങ്കിൽ ഈ 14 കൊല്ലം നിങ്ങൾ അവരെ കൂടെ ജീവിക്കില്ലായിരുന്നു. നിങ്ങളുടെ കൂടെ ജീവിച്ച നാളുകളിൽ കൊല്ലുമായിരുന്നു. തീർച്ചയായിട്ടും. നിങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല. അർത്ഥമുണ്ടോ ഇല്ല, അവള് ചെയ്ത പ്രവൃത്തികൾ പറയട്ടെ. സമൂഹത്തിന് മുന്നിൽ അവൾക്ക് എന്തോ നേട്ടം. നിങ്ങൾ ചെയ്ത പ്രവൃത്തി അവര് പറയുന്നു, അവര് ചെയ്ത പ്രവൃത്തി നിങ്ങളും പറയുന്നു. അത്രേ ഉള്ളൂ. അല്ല, അവള് ഈ കാണിച്ച ചെയ്തോ ചെയ്തല്ലേ എന്നുള്ളത് ഇവിടെ തെളിയിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ അവരോട് പറയുന്ന അതേ കാര്യങ്ങൾ അവർ നിങ്ങളോടും പറയുന്നുണ്ട്, ഒരേ കാര്യങ്ങൾ തന്നെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തീരട്ടെ. ഇത്രയും നേരം നിങ്ങൾ എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടല്ലോ, ഇല്ലേ? നിങ്ങൾ 5 പേരും പറയുന്നത് ഞാൻ കേട്ടല്ലോ. ഇനി ഞാൻ പറയുന്നത് കുറച്ച് നിങ്ങളും കേൾക്കും. ഇത്രയും കാര്യങ്ങൾ ഭാര്യ എന്നെ കൊല്ലും, എൻ്റെ ജീവിതത്തിന് വരെ ഭീഷണിയാണെന്ന് പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് നിങ്ങളുടെ ഭാര്യയും പറയുന്നത്, അല്ലേ? പക്ഷെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നിട്ടില്ല. ഇന്നും ജീവനോടെ ഞങ്ങളുടെ മുമ്പിലിരുന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്. ഇത് എന്താ? നിങ്ങളൊരാണല്ലേ ശിവപ്രസാദ്? ഒരു ഭാര്യ എന്നെ കൊല്ലുന്നു പേടിച്ചു പോയത് എന്താ? ഇതെന്ത് വെള്ളരിക്കപ്പെട്ടണോ? ഇത് കേട്ടിരിക്കുന്ന നാട്ടുകാരെന്ത് നിങ്ങളോട് സഹതാപം തോന്നുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളെ പുച്ഛിക്കേ ഉള്ളൂ. നിങ്ങളെ ഞാൻ പറഞ്ഞ പോലെ ചോദിക്കേ ഉള്ളൂ, ഭാര്യ നിലയ്ക്ക് നിർത്തണ്ടേന്ന്. ഇതിന്റെ പേരിൽ വെച്ചിട്ട് നിങ്ങൾ 3 കുട്ടികളുടെ ജീവിതം കൊണ്ടുപോയിട്ട് പണയം വെക്കുകയാണോ ചെയ്യേണ്ടത്? ഭാര്യ പേടിച്ചിട്ട് കുട്ടികളെ കൊണ്ടുപോയിട്ട് എന്ത് സംരക്ഷണം? പൈസ കൊടുത്തോണ്ട് കുട്ടികൾക്ക് മതിയായോ? പൈസ നിങ്ങൾ കൊടുക്കണമെന്നില്ല, അവർ സമ്പാദിച്ചു കൊടുക്കും. വേറെ ആര് വേണമെങ്കിലും കൊടുക്കും, നിങ്ങൾ പറയുന്ന പോലെ ഒരു ഇതാണെങ്കിൽ. പക്ഷെ അതാണോ ഒരച്ഛൻ്റെ ചുമതല? പണം കൊടുക്കലാണോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഒരു കല്യാണം കഴിച്ച് 4 മക്കളെ ഉണ്ടാക്കി എല്ലാ മാസവും പൈസ കൊടുത്തോണ്ടിരുന്നാൽ മതിയോ?
അങ്ങനെയാണോ ഒരു കുടുംബജീവിതം പോണത്? ഞാൻ പണം കൊടുത്തിട്ടുണ്ടല്ലോ എൻ്റെ കുട്ടികളുടെ ജീവിതം സംരക്ഷിച്ചത്. അല്ല, പണം കൊടുത്ത് തന്നെയാണ് സംരക്ഷിച്ചത്. ഇപ്പോഴും നിങ്ങൾ അത് തന്നെയാ പറയുന്നത്. അതെങ്ങനെയാ? തീർച്ചയായിട്ടും നിങ്ങൾ അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അതെങ്ങനെ സാറേ പറയുന്നത്? ഞാൻ അതല്ലേ ഞാൻ പറഞ്ഞു വരട്ടെ. അച്ഛന്റെ മാനസിക പരിഗണന കൊടുത്തിട്ട് മനുഷ്യ, നിങ്ങളുടെ ഭാര്യ പേടിച്ച് നിങ്ങൾ ഭാര്യയുടെ കൂടെ ജീവിക്കില്ല, മക്കളുടെ കൂടെ ജീവിക്കില്ല എന്ന് പറയുമ്പോൾ മക്കളുടെ കൂടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മക്കൾ നിങ്ങളുടെ കൂടെ 2 പെൺകുട്ടികളാണ്, എന്ത് ധൈര്യത്തിൽ അവർ നിങ്ങളുടെ കൂടെ വരും? കസ്റ്റഡി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അല്ല, എന്റെ കസ്റ്റഡിയിൽ പിന്നെ എന്താ ഉണ്ടാവുക? നിങ്ങൾക്ക് മെയിൻ്റെനൻസ് കൊടുക്കാൻ പറ്റും. കുട്ടികളെ നോക്കാന്ന് പറയുന്നത് എന്താ? ഈ പറഞ്ഞ പോലെ പൈസ കൊടുക്കാം, ഇടയ്ക്ക് നിലയ്ക്കും കാണുക. അതാണോ ദാമ്പത്യ ജീവിതം? അതാണോ ഒരച്ഛൻ്റെ കടമ? എൻ്റെ ഭാര്യയിൽ നിന്ന് അത് ഞാൻ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കോടതിയിൽ വെച്ച് പിന്നെ കൗൺസിലിംഗ് നടത്തി അവർ ചോദിച്ചു, നിനക്ക് ഭർത്താവിനെ വേണോ പൈസ വേണോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു പൈസ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്റെ ഭർത്താവിനെ അന്ന് എൻ്റെ ഭർത്താവിനെ മതി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതുകൊണ്ട് എന്നെ അവര് സാറിന് തന്നെ അന്വേഷിക്കാം. എന്തുകൊണ്ട് എൻ്റെ ഭാര്യ പൈസ മതി എന്ന് പറഞ്ഞു? വക്കീല് പറഞ്ഞ് വക്കീൽ ഇങ്ങനെ പറഞ്ഞു, ശരിയാവത്തില്ല. ആദ്യം വിളിച്ചോണ്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോഴും ഇതുപോലെ പറഞ്ഞ് എനിക്ക് അടുക്കള കഥ വിടണം, കഥ വിട്ടിട്ട് ഞാൻ വിളിച്ചോണ്ട് പോകാമെന്ന്. അപ്പം വക്കീൽ പറഞ്ഞ് ഇപ്പോഴും ഇയാളെ കൂടെ പോകാൻ തയ്യാറാണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. മക്കളെ കൊണ്ട് പോകാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോകാൻ തയ്യാറാണ്, ഇപ്പോഴും വിളിച്ചാലും ഞാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോഴാ പറഞ്ഞ സാറേ എനിക്കൊരു വാക്ക് പറയാനുണ്ട്, പറഞ്ഞോളാൻ പറഞ്ഞു. എനിക്ക് 2 മാസത്തെ അവധി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ 2 വക്കീൽ അപ്പുറം ഇപ്പുറം ഉണ്ടായിരുന്നു. അതെന്തിന് എനിക്ക് കഥ വിട്ടിട്ട് വിളിച്ചോണ്ട് 2 മാസത്തെ അവധി എനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പോഴേ വക്കീൽ പറഞ്ഞ് ആള് തരികടയാണ്, പിന്നെ ഇവന് ഈ മക്കളെ എന്നുള്ള ചിന്തയില്ല, ഭാര്യ എന്നുള്ള ചിന്തയില്ല, വിളിച്ചോണ്ട് പോകാൻ തയ്യാറല്ല. ആ കുട്ടി മക്കളെയും കൊണ്ട് കൂടെ ചെല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പം ഈ പ്ലേറ്റ് മാറ്റിയത് കാരണം ഇവൻ തരികടയാണെന്ന് പറഞ്ഞു. അവിടെ വെച്ച് തന്നെ വക്കീൽ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇതിവിടെ കൊണ്ട് ശരിയാവില്ല, നിങ്ങൾ കോടതി കൊടുക്കാൻ പറഞ്ഞു. ഇന്ന് വിവിധ മേഖലകളിൽ നടക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ മേജർ രവി അവതാരകനായി എത്തുന്ന ഉണരുന്ന കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്ക് ഉണരുന്ന കേരളം. പരിശുദ്ധി. ഇതിൻ്റെ ഇടയിൽ ഉരുത്തിരിഞ്ഞു വന്ന വളരെ കലങ്ങാതെ കിടക്കുന്ന ഒരു സംഭവമുണ്ട്. വീട് പണി ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഒരു വാചകം പറഞ്ഞു, 2 പേരും കൂടെയൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവർ പറഞ്ഞു ഒരു 4 പവൻ്റെ കാര്യം പറഞ്ഞു. അത് ഇതിൻ്റെ അകത്തൊരു ചെറിയ പ്രശ്നമാണ്, അതും ഉണ്ട് അവിടെ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കും, പറയും. തീർച്ചയായിട്ടും ഇതിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു സജഷൻ ഞാൻ നിങ്ങളോട് പറയാം. 2 പേരും തുല്യ കുറ്റക്കാരാണ്. ഈ 2 പേരും നിങ്ങളുടെ ആയിട്ടുള്ള 2 തെറ്റുകളും നിങ്ങൾ തിരുത്തി, നിങ്ങൾ മര്യാദയ്ക്ക് ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് ജീവിച്ച് ആ മക്കളെ സംരക്ഷിക്കണം എന്നുള്ളതാണ് ഈ ഫോറത്തിൻ്റെ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്ന ഒരു അപേക്ഷ. ശരിക്കും അപേക്ഷയാണ് ഞാൻ വെക്കുന്നത്. കാരണം ഇതിൽ പറയത്തക്ക ഉള്ള ഒരു വലിയ തർക്കം എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. കാര്യമായിട്ടുള്ള ഒരു പ്രശ്നവും ഇതിൻ്റെ മുമ്പിൽ കാണുന്നില്ല. അവർക്ക് നിങ്ങളോട് സംശയമില്ല, നിങ്ങൾക്ക് അവരെയും സംശയമില്ല. സംശയം ഉണ്ടായിരുന്നെങ്കിൽ അവർ നിങ്ങളോട് വഴക്കുണ്ടാക്കിയെന്ന് പറയുന്നത് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അത് സംഭവിച്ചതൊക്കെയാണ് ആസ്പത്രി കേസ്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അത് ജഡ്ജ് അദ്ദേഹം പറഞ്ഞതുപോലെ ആ സംശയങ്ങൾ തീർക്കാനോ ചെയ്യാനോ നിങ്ങൾക്കത് ആലോചിച്ചിട്ട് പോലുമില്ല. നിങ്ങളുടെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ല എന്ന് പറഞ്ഞു. ശരിയല്ലേ? നിങ്ങൾ ഭാര്യയെ വിട്ട് പിരിഞ്ഞ് താമസിക്കുക, നിങ്ങൾ തമ്മിലുള്ള തർക്കം ഈ സ്ത്രീധന പ്രശ്നമാണ് ഇവർ പറയുന്നത് പോലെ എന്ന് വെച്ചാൽ ഇത് ശിക്ഷാർഹമാണ്. നോക്കോ അല്ല, അത് നിൽക്കോ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ഈ തെളിയിക്കപ്പെടാത്ത കാര്യങ്ങൾ. ഒരു കാര്യം ഇത് കേട്ടോണ്ടിരിക്കുന്നവർ പോലും നിങ്ങളെ അന്തം വിട്ട് നോക്കൂ. ഇത് എന്തൊരു മനുഷ്യനാണ്, ഭാര്യയെ പേടിച്ചിട്ട് മക്കളെയും ഒക്കെ ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറല്ല, ഭാര്യ എന്നെ കൊല്ലുന്നു പേടിച്ചിട്ടൊന്ന്. അങ്ങനെ ഒരു മാനസിക രോഗിയാണ് നിങ്ങളുടെ ഭാര്യ എന്നുണ്ടെങ്കിൽ ചികിത്സിപ്പിക്കണം. അതും നിങ്ങളുടെ ചുമതലയാണ്. തീർച്ചയായിട്ടും ഒരു ഭാര്യയ്ക്ക് പനി വന്നാലോ മാനസികമായിട്ടുള്ള പ്രശ്നം വന്നാലോ എന്ത് അസുഖങ്ങൾ വന്നാലും ബുദ്ധിമുട്ട് വന്നാലും ഭാര്യയ്ക്ക് വന്നാലും ഭർത്താവിന് വന്നാലും ഉപേക്ഷിക്കലല്ല അതിൻ്റെ പ്രതിവിധി. തീർച്ചയായിട്ടും അത് ചികിത്സിച്ച് മാറ്റുക എന്നുള്ളതാണ് എൻ്റെ പ്രതിവിധി. നിങ്ങൾ കൊണ്ടതല്ല ഞാൻ പറയണത്. അപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളെ കൊല്ലും എന്നുള്ള പ്രവണത അവർക്കുണ്ടെങ്കിൽ നിങ്ങളെ ചികിത്സിച്ച് മാറ്റണം. നിങ്ങൾ എന്തുകൊണ്ടോ ഡോക്ടറെ കൊണ്ടേ കാണിച്ചില്ല? എൻ്റെ ഭാര്യ എന്നെ കൊല്ലുന്നു, ഭീഷണിപ്പെടുത്തുന്നു, എനിക്ക് അവരെ കൂടെ താമസിക്കാൻ പേടിയുണ്ട്,
എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തുകൊണ്ട് ഒരു വിദഗ്ധ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അതിനുള്ള കൗൺസിലിംഗ് കൊടുത്തില്ല? ആ ചികിത്സ അത് എന്തുകൊണ്ട് നിങ്ങൾ മാറ്റാൻ ശ്രമിച്ചില്ല? ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് മക്കളുടെ മാത്രമല്ലല്ലോ, ഭാര്യയുടെ സംരക്ഷണം അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടതും നിങ്ങളുടെ ചുമതലയല്ലേ? നിങ്ങളുടെ കാര്യങ്ങൾ ഭാര്യയെ നോക്കുന്നത് പോലെ തന്നെ വീട്ടിൽ നിങ്ങൾ ചോറ് വെച്ച് തരുന്നു, കുട്ടികളെ പ്രസവിച്ചു, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നു, നിങ്ങൾക്ക് ആ തുണി തിരുമ്പി തരുന്നു, നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ഒരു ഭാര്യ നിങ്ങളെ പരിചരിക്കുന്ന പോലെ തന്നെയാണ് ഭർത്താവ് ഭാര്യയും പരിചരിക്കേണ്ടത്. തുല്യ അവകാശമാണ് രണ്ടുപേർക്കും. ഫോറം നിങ്ങളോട് പലതവണ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ, അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് ഭർത്താവിനോടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ ശ്രമിച്ചില്ല എന്ന്. നിങ്ങളുടെ അച്ഛൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു. വളരെ സത്യമല്ല അപ്പോൾ ഫോറൻ ജഡ്ജ് അദ്ദേഹം പറഞ്ഞത്? അത് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ അച്ഛന് പോലും അറിയാം നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് അച്ഛൻ അതിന് ആരായാതിരുന്നത്, അതിൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ കടക്കാതിരുന്നത്. അത് തെറ്റാണ്, നിങ്ങളുടെ ചിന്തകൾ തെറ്റാന്നുള്ളത് അറിയണോണ്ടാണ്. അല്ലാതെ അച്ഛന് നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. കാരണം ആവുന്നതത്ര ഞങ്ങളുടെ ടീമും അവിടെ മുഴുവൻ നോക്കിയിട്ടുണ്ട്. ഒരു നാട്ടുകാർ പോലും അങ്ങനെ ഒരു സംശയം പോലും പറഞ്ഞിട്ടില്ല ഇദ്ദേഹത്തിന് വേറൊരു ബന്ധമുണ്ട് എന്നുള്ളത്. പക്ഷെ ഇദ്ദേഹം ഇപ്പൊ ഇരുന്ന് വാശി പിടിക്കുന്ന കാണുമ്പോൾ എനിക്കൊരു സംശയം തോന്നുന്നു, നാട്ടുകാർ അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. അറിഞ്ഞിട്ടില്ല, അതാണ് ഇത്രയും കടുപിടുത്തം പിടിക്കുന്നത്. അങ്ങനെ ഇതുകൊണ്ടല്ല വാശി പിടിക്കുന്നത് സാർ, അങ്ങനെ പറയണ്ട. ആ ഒരു ഇതുകൊണ്ടല്ല വാശി പിടിക്കുന്നത്. അല്ല, അങ്ങനെ തോന്നിപ്പോണു. ജീവിച്ച ഇവിടെ ജീവിതം കണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ പക്ഷെ കേട്ടിരിക്കുന്നവർക്ക് അങ്ങനെ തോന്നുന്നു. അല്ല, ഇനിയൊരു ആശ വളർത്തുക. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ തമാശയുടെ തൃശൂർ പൂരത്തിന് അരങ്ങൊരുങ്ങുന്നു. ഹാസ്യോത്സവ ആഘോഷത്തിന് മേളക്കൊഴുപ്പുമായി അവരെത്തുന്നു. കോമഡിയുടെ കമ്പക്കെട്ടുമായി നെൽസൺ, ചിരിയുടെ മാലപ്പടക്കവുമായി ഉല്ലാസ് പന്തളം, തമാശയുടെ കുടമാറ്റവുമായി ബിനു അടിമാലി. അല്ല, അപ്പൊ ഇതിന്റെ ആങ്കർ ഞാനാന്ന് പറയണ്ടേ? അതെ, ഒപ്പം അവതാരകയായി മിനി സ്ക്രീൻ രാജകുമാരി അശ്വതിയും. കോമഡി രാജാക്കന്മാരോടൊപ്പം മിനി സ്ക്രീനിൽ ആദ്യമായി പ്രേക്ഷക പങ്കാളിത്തവും കൂടിച്ചേരുന്ന കോമഡി ഷോ. തമാശയുടെ പുതുപുത്തൻ മസാലക്കൂട്ടുമായി കോമഡി മസാല. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 8 മണിക്ക്. നിങ്ങൾ ഈ ഭാര്യയെ കൂടെ അവർ താമസിക്കാൻ തയ്യാറാണ്, എല്ലാം തയ്യാറാണ്, വാടക വീട് എടുത്ത് താമസിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ന്യായമായിട്ട് ഒരു സ്നേഹമുള്ള എനിക്ക് വാടക വീട്ടിൽ എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ മൂസന്റെ വീട് പഞ്ചായത്ത് തന്നാണ് എനിക്ക്. അത് വർഷങ്ങൾ കൊണ്ട് ഇവിടെ വിളിച്ചിട്ടുണ്ട്. വരത്തില്ല ശിവപ്രസാദ്. അല്ല, അത് ഒരു വാക്കൂടെ ഞാൻ പറഞ്ഞു. അല്ലല്ല, ഈ അടുത്ത അത് തീരാഞ്ഞതുകൊണ്ടല്ലേ ഇവിടെ വന്നേ? ഏതാ ഇവിടെ വന്നത്? അല്ല, ഇവിടെ വന്നത് അവർക്ക് നീതി ലഭിക്കാൻ വേണ്ടി അവൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തത്. നിങ്ങൾക്ക് വേണ്ട നീതി? വേണ്ട, എനിക്ക് നീതി വേണം. അല്ലല്ല, ശരി, സമ്മതിച്ചു. അവർക്ക് നീതി വേണമെന്നുള്ള ധാരണയിലാണ് അവർ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തത്. നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോട് അപേക്ഷിച്ചപ്പോഴും അല്ലെങ്കിൽ ആവശ്യപ്പെട്ടപ്പോഴും നിങ്ങൾക്കും നീതി വേണം, അല്ലേ? അതുകൊണ്ടല്ലേ രണ്ടുപേരും വന്നേ. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ സന്ധി സംഭാഷണത്തില് കുഞ്ഞുങ്ങളെ വരുത്തിയത്. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ നിലനിൽപ്പ്. ഈ കുഞ്ഞുങ്ങള് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, കഴിഞ്ഞ 2-4 വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങൾ അവരുടെ കസ്റ്റഡിയിലല്ലേ? ആണല്ലോ. ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ കുറേ കാലം കൊണ്ട് ഈ ജോലി ചെയ്യുന്നതുകൊണ്ടറിയാം, എന്നേക്കാളിലും വളരെയേറെ അനുഭവ സമ്പന്നമുള്ളതാണ് ഈ ജഡ്ജി എന്ന് പറയുന്നത്. അപ്പം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 4 വർഷമായിട്ട് അവരുടെ സംരക്ഷണയിലും അവരുടെ ആശീർവാദത്തിലും തലോടലിലുമാണ് ആ കുഞ്ഞുങ്ങൾ ജീവിച്ചു വന്നത്, അല്ലേ? ആണല്ലോ. കേൾക്ക്, അച്ഛനെന്ന അതേ ബഹുമാനവും ആ തീവ്രതയും ആ ബഹുമാനവും നൽകിക്കൊണ്ടാണ് അച്ഛനെ ഞങ്ങൾക്ക് വേണമെന്ന് ആ കുഞ്ഞുങ്ങൾ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഈ അമ്മയിൽ നിന്ന് മോശമായി നിങ്ങളെക്കുറിച്ചൊരു ചിത്രീകരണം ഉണ്ടായിട്ടില്ല. ഈ ഫോറത്തിലും ആദ്യം തൊട്ട് അവസാനം വരെയും അവർ പിടിച്ചു നിൽക്കുന്നത് എൻ്റെ ചേട്ടന് എനിക്ക് വിശ്വാസമാണ്, ഞാൻ അമ്മ പറഞ്ഞു വിശ്വസിച്ചില്ല, ഞാൻ അച്ഛൻ പറഞ്ഞതും കേട്ടില്ല, ഈ അടുത്ത സമയത്ത് എനിക്കൊരു സംശയം ഉണ്ടായെന്നേ പറഞ്ഞുള്ളൂ, അല്ലേ? അപ്പോൾ അവിടെയും നിങ്ങളെ കൊല്ലാനാണ് അവർക്ക് താല്പര്യമെങ്കിൽ ഇത് പൊതുജനം കാണുന്നൊരു പരിപാടി ആയതുകൊണ്ട് നിങ്ങളെ കൊല്ലുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർ പറയുമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ധാരണ നിങ്ങൾക്ക് വേണ്ട.
അത് നിങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. അപ്പം പറയാനുള്ള ഇത്രയേ ഉള്ളൂ. അത് മാഡം അറിഞ്ഞു കഴിഞ്ഞു. തമാശയുടെ രൂപത്തിൽ ഞാൻ പറയാം, അങ്ങനെ നിങ്ങളെ കൊല്ലുകയാണെങ്കിൽ നാട്ടുകാർ അവരെ അറസ്റ്റ് ചെയ്തു. അല്ല അതല്ല, ഈ 4 വർഷം കൊണ്ട് പറഞ്ഞില്ലേ കുട്ടികൾ അങ്ങനെ പറഞ്ഞത്, അത് തള്ളയുടെ സംരക്ഷണത്തിലല്ല കുട്ടികൾ അത് പറഞ്ഞത്. ഞാൻ കൊടുത്ത സ്നേഹത്തിന്റെ വിലയാണ്. എന്റെ മക്കളെ ഞാൻ അങ്ങനെയും പറയാം. അല്ല അങ്ങനെയും പറയാം. തിരിച്ചു ചോദിക്കാം, ഈ 4 വർഷം കൊണ്ട് അവളെ സംരക്ഷണത്തിൽ മാത്രമല്ല ഞാൻ കൊടുത്ത എന്റെ സംരക്ഷണ സ്നേഹത്തിന്റെ എന്റെ മക്കളെ കാണാതിരിക്കുവോ? അവർ വ്യക്തമായി പറഞ്ഞു, അമ്മ അച്ഛനെതിരെ എന്തെങ്കിലും ഞങ്ങൾ പറയുകയാണെങ്കിൽ പോലും അമ്മ ഞങ്ങളെ വഴക്ക് പറഞ്ഞിട്ടേ ഉള്ളെന്ന്. ആരാ? കുട്ടികൾ പറഞ്ഞു. ഞങ്ങൾ കുട്ടികളെ ഞാൻ കൊടുത്ത സ്നേഹത്തിന്റെ വിലയാണ് കുട്ടികൾ പറഞ്ഞത്. ഇല്ലെങ്കിൽ സാർ ചോദിക്കേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ, കഥയില്ലത് ജീവിതം, അമൃത TV, ഗാന്ധിനഗർ, വഴുതയ്ക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: ജീവിതം@amൃതtv.com.